അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ആദ്യത്തെ നോമ്പായതുകൊണ്ട് ഞാനൊരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് ബാംഗ്ലൂർ ഡിഷാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാനത് ഉണ്ടാക്കാനും വേണ്ടി ഒരു 1/2 കിലോളം ഗോതമ്പപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഉപ്പും എണ്ണയും കൂടി ഇട്ടുകൊണ്ട് നല്ല ഒന്ന് കുഴച്ച് മിക്സാക്കി കുറച്ചേറെ റെസ്റ്റിന് ഇടണം. നല്ല കുഴച്ച് നിങ്ങളെ വീട്ടിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിങ്ങണ്ട് മാവൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്യേണ്ടിട്ടാ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സ്. നമ്മൾ ചപ്പാത്തിക്ക് പരത്തണമാതിരി മെലീസായിട്ടാണ് പരത്തേണ്ടത്. എൻ്റെ കയ്യിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് ശരിക്കും ഇത് പരത്താൻ പറ്റില്ല. ഞാൻ ഇത് പരത്തി കഴിഞ്ഞ് കട്ടാക്കിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാട്ടിത്തരാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ടാ ഇത് ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫാനിൻ്റെ കാറ്റത്തൊന്ന് നല്ല ഉണക്കാട്ട് കൊടുക്കുക. എങ്ങനെ ഒരു 3 അവറെങ്കിലും നമ്മൾ ഈ ഫാനിൻ്റെ കാറ്റത്ത് ഉണങ്ങാൻ പോണേ. എന്നാലേ നമുക്ക് നല്ല ഉണങ്ങണം. എന്നാലാണ് നമുക്ക് സാധനം നന്നായി കിട്ടുള്ളൂ. ഞാനിതിനു വേണ്ടി 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണക്കി വെച്ച ഈ ചപ്പാത്തിൻ്റെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഒന്ന് ഇട്ട ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാം അടി പിടിക്കുള്ളൂ. ഇനി ഇതിൽക്കും വേണ്ടി ഞാൻ 1/4 കിലോളം വെല്ലം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പായസത്തിനും വേണ്ടിയിട്ട് 1 കപ്പ് കള്ളപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെന്തതിൻ്റെ ശേഷം വെല്ലമൊക്കെ ഒഴുകിയതിൻ്റെ ശേഷം നമുക്ക് ഈ കള്ളപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കള്ളപ്പരിപ്പ് ഇട്ടിട്ട് നല്ലൊരു ചൊയ നല്ല കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽക്കൊരു 3 ഏലക്ക തട്ടിയിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിക്കാനുണ്ടെന്ന് നോക്കാം. കുറച്ച് നെയ്യിലേക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് ചൂടായി പൊരിഞ്ഞതിൻ്റെ ശേഷം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇത് താളിച്ച് ഇതിലേക്ക് എഴുതി കൊടുത്താൽ നമ്മളെ മിഠി സുത്രിയ റെഡിയായി. ഇനി ഞാനൊരു ചെറിയ ടിപ്സ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ ബജ്ജിയും ബോണ്ടൊക്കെ പൊരിക്കുമല്ലോ. അതിൻ്റെ മാവ് കുറച്ചൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ കളയരുത്. ഇതേപോലെ പൊരിച്ചിങ്ങാണ്ട് കുറച്ചായിട്ട് ഇട്ടുകൊണ്ട് ഇത് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പള്ളിക്കുന്നൊക്കെ കിട്ടുന്ന കഞ്ഞി ഉണ്ടാവില്ല, അതിലിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ലതാണ്. ഞാൻ പൊരിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ പള്ളിക്കത്തെ കഞ്ഞി കൊടുത്തിട്ടുണ്ട് എൻ്റെ മോന്. അത് ഇതിൽക്കിട്ട് കഴിക്കാനും വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഞാനും എൻ്റെ മോനും എൻ്റെ ആങ്ങളെല്ലാവരും ഇത് കഴിച്ച് നോക്കിയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതേപോലെ നിങ്ങൾ വീട്ടിലൊക്കെ സമോസ ഉണ്ടെങ്കിൽ സമോസ ഇതിലേക്ക് പിടിച്ചിട്ടെടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ നിങ്ങൾ വീട്ടിലും ട്രൈ ചെയ്യേണ്ടി. പിന്നെ നിങ്ങളൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങൾ ആദ്യത്തെ നോമ്പ് അൽഹംദുലില്ലാ നല്ല മാറി കഴിഞ്ഞ്. ഇതേമാതിരി എല്ലാവരുടെ വീട്ടിലും ഹൈറും ബർക്കത്തും തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.